ആക്രമണം നടത്തിയതായി ഇറാൻ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇറാൻ ഇതിൽ പറയുന്നത് ഈ ഒരു ആക്രമണത്തിലൂടെ യുഎസിന്റെ സൈനിക താവളങ്ങളാണ് കൃത്യമായി ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അവിടേക്ക് മാത്രമാണ് ആക്രമണം നടത്തിയത്. 6 മിസൈലുകൾ അയച്ചിട്ടുണ്ട്. അതിൽ ഏതെല്ലാം പതിച്ചു എന്നത് ഇറാൻ കൃത്യമായി പറയുന്നില്ല. പക്ഷെ അവർ ഉറപ്പിച്ച് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം യുഎസിനോട് ഉള്ള തിരിച്ചടി കൂടിയായിട്ടാണ് ഈ ആക്രമണത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവരുടെ ധാർഷ്ട്യത്തിനെതിരായ മറുപടിയായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ആക്രമണം ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. പക്ഷേ ഇനിയും തിരിച്ചടിക്കാനാണ് യുഎസിന്റെ ഉദ്ദേശമെങ്കിൽ അതിന് കൂടുതൽ കരുത്തോടെ തിരിച്ചടിക്കുമെന്ന് ഇപ്പോൾ അവരുടെ സൈനിക വിഭാഗം അറിയിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നത് നേരത്തെ തന്നെ ആക്രമണവുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് ഇറാൻ ബന്ധപ്പെട്ട രാജ്യങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് കൈമാറുകയും യുഎസിന്റെ സൈനിക താവളമാണ് ആക്രമിക്കാൻ പോകുന്നതെന്നുള്ള കൃത്യമായ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വൈകുന്നേരം മുതൽ തന്നെ ഇറാഖിലെ സൈനിക കേന്ദ്രങ്ങളിലൊപ്പം തന്നെ എണ്ണപ്പാടങ്ങൾ എന്നീ ഭാഗങ്ങളിലെ ജനങ്ങളെ പൂർണ്ണമായും ഒഴിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കൃത്യമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഇറാൻ ഈ തിരിച്ചടി നൽകിയിട്ടുള്ളത്. നേരത്തെ നമുക്കറിയാം ഇറാനിൽ ആക്രമണം നടത്താൻ പോകുന്ന സമയത്തും യുഎസ് സമാനമായ രീതിയിൽ തന്നെ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല 19-ന് ശേഷം 19-ാം തീയതി നിർദ്ദേശം നൽകുകയും 20, 21 തീയതികളിൽ ഇറാൻ അവരുടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉൾപ്പെടെ ഫോർദോയിൽ നിന്ന് മാറ്റിയതായുള്ള റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. എന്ന് വെച്ചാൽ പരസ്പര ധാരണയിലാണ് ഈ ആക്രമണങ്ങൾ ഓരോന്നും നടക്കുന്നത്. ഓരോരുത്തരും അവരുടെ ആത്മാഭിമാനം സംരക്ഷിക്കുക എന്നുള്ള സ്വഭാവത്തിലാണ് ഇപ്പോൾ ഈ ആക്രമണം നടത്തിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇനി കൂടുതലായിട്ടുള്ള ഒരു ആക്രമണം ഒരു പക്ഷേ ഇനി ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് മേൽ ഉണ്ടാകാനുള്ള സാധ്യത നിലവിലെ സാഹചര്യത്തിൽ കുറവാണ്. എന്തായാലും ആക്രമണം നടത്തിയെന്ന് ഇറാൻ സൈന്യവും സ്ഥിരീകരിക്കുകയാണ്. യുഎസിനെതിരെ തിരിച്ചടിച്ചു എന്നാണ് ഇറാൻ സൈന്യം വ്യക്തമാക്കുന്നത്. ആളപായമോ പരിക്കോ ഇല്ലെന്ന് ഖത്തറും അറിയിക്കുന്നുണ്ട്. യുഎസിന്റെ അൽ ഉബൈദ് സൈനിക താവളത്തിന് നേരെയാണ് ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്.